സുഹൃത്തുക്കളെ, എൻ്റെ ഒരു പഴയ സഹപാഠിയും ആത്മാർത്ഥ സുഹൃത്തുമായ ശ്രീമാൻ സേതുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം വലിയൊരു ഗായകനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. വരണം സേതു. Ready? 1, 2, 3, 4. ചോര തുടിക്കും ഹൃദയങ്ങൾ, ചുവന്ന ഹൃദയങ്ങൾ, പുതിയ കുരുക്ഷേത്ര ഭൂമികളിൽ അശ്വരഥം തെളിക്കും ഹൃദയങ്ങൾ, ഞങ്ങൾ രഥം തെളിക്കും ഹൃദയങ്ങൾ. ചോര തുടിക്കും ഹൃദയങ്ങൾ, ചുവന്ന ഹൃദയങ്ങൾ, പുതിയ കുരുക്ഷേത്ര ഭൂമികളിൽ അശ്വരഥം തെളിക്കും ഹൃദയങ്ങൾ, ഞങ്ങൾ രഥം തെളിക്കും ഹൃദയങ്ങൾ. വയസ്സു തികഞ്ഞൊരു 20-ാം നൂറ്റാണ്ടിൻ തറവാട്ടിൽ 74 വയസ്സു തികഞ്ഞൊരു 20-ാം നൂറ്റാണ്ടിൻ തറവാട്ടിൽ സ്വർണ്ണപിടങ്ങളിൽ തപസ്സിനിരിക്കും വന്ധ്യവയോധികരെ. ഈ യുഗം നയിക്കാൻ കഴിയാത്ത നിങ്ങൾ ഇനിയൊന്നു വിശ്രമിക്കൂ, ഈ അധികാരമൊഴിഞ്ഞു തരൂ. ചോര തുടിക്കും ഹൃദയങ്ങൾ, ചുവന്ന ഹൃദയങ്ങൾ, പുതിയ കുരുക്ഷേത്ര ഭൂമികളിൽ അശ്വരഥം തെളിക്കും ഹൃദയങ്ങൾ, ഞങ്ങൾ രഥം തെളിക്കും ഹൃദയങ്ങൾ. യുഗധർമ്മശൈലി തിരുത്തി കുറിക്കുവാൻ ഉണരുമി സംക്രാന്തി പുലരികളിൽ. യുഗധർമ്മശൈലി തിരുത്തി കുറിക്കുവാൻ ഉണരുമി സംക്രാന്തി പുലരികളിൽ. അന്ധകാരം കൊണ്ട് മനസ്സു നിറയ്ക്കും അന്ധവിശ്വാസികളെ. ഈ യുദ്ധം നയിക്കാൻ കഴിയാത്ത നിങ്ങൾ ഇനിയൊന്നു വിശ്രമിക്കൂ, ഈ അധികാരമൊഴിഞ്ഞു തരൂ. ചോര തുടിക്കും ഹൃദയങ്ങൾ, ചുവന്ന ഹൃദയങ്ങൾ, പുതിയ കുരുക്ഷേത്ര ഭൂമികളിൽ അശ്വരഥം തെളിക്കും ഹൃദയങ്ങൾ, ഞങ്ങൾ രഥം തെളിക്കും ഹൃദയങ്ങൾ. ടെലഗ്രാം ഉണ്ട്. ആ സാർ, ശരി സാർ. അമ്മാവൻ സുഖമില്ല, ഉടനെ ചെല്ലണമെന്ന്. ഇങ്ങനെ ഏതായാലും പോകാൻ പറ്റില്ല. അവസാനത്തെ വണ്ടിയിൽ പോയി കഴിഞ്ഞു. നാളെ രാവിലെ ട്രെയിനിന് പോകാം. നോക്കിക്കോ, നല്ലോണം നോക്കിക്കോ. ഭഗവാനാണ്, അങ്ങനാണ്, എന്റെ കൊച്ചമ്മയാണ് ഞാൻ എടുത്തിട്ടില്ലേ. ഞാൻ ഇവിടുന്ന് മോഷ്ടിക്കോ കൊച്ചമ്മേ? നീ വെറുതെ സത്യം ചെയ്താ മതിയോ? എന്നാ ആ പൈസ എവിടെ പോയെന്ന് പറ. ഇനി ഞാൻ എന്ത് പറയാനാ? ഞാൻ വെളിയിൽ പോയിട്ട് തിരിച്ചു കയറി വന്നപ്പോൾ എന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു. നീയും കണ്ടതല്ലേ? അത് ഞാൻ കണ്ടതാ. ആ പൈസ എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നത്. ആ പേഴ്സ് എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നത്. നീ അറിയാതെ അത് പോയിട്ടില്ല, തീർച്ച. എങ്കിൽ കൊച്ചമ്മ കുറച്ച് എണ്ണ തിളപ്പിച്ചുകൊണ്ടോ, ഞാൻ കൈമുക്കാം. അല്ലാതെ എന്താ ചെയ്യുക? എന്റെ പേഴ്സ് എവിടുന്നെങ്കിലും നീ കണ്ടുപിടിച്ചിട്ടാണോ? അതെനിക്ക് പറയാം. അയ്യോ, എന്താ എന്തുണ്ടായി?
അയ്യോ എന്റെ മോനെ, ഞാൻ എന്ത് പറയാനാ? അച്ഛന്റെ പോക്കറ്റിൽ കിടന്ന പേഴ്സ് കാണാനില്ല. ഇന്നലെ വരുമ്പോ കയ്യിലുണ്ടായിരുന്നു ഇദ്ദേഹവും പറയുന്നു, അവനും സമ്മതിക്കുന്നു. അയ്യോ ഞാൻ എടുക്കുമോ കുഞ്ഞ്? കുഞ്ഞു പറ. പിന്നെ പേഴ്സ് അവിടെ പോയി? അതിവിടെ എവിടെ എന്തിനാ കാണും? അങ്ങനെ അങ്ങ് പറഞ്ഞ് തള്ളാൻ നോക്കുവോ ജഗദീഷ്? രൂപ 500 അത് മാത്രമല്ല, ഈ വീട്ടിൽ ആരാണ് കള്ളനെന്ന് അറിയണ്ടേ? അമ്മ ഇവിടെയൊക്കെ നോക്കൂ, പേഴ്സ് ഇവിടെ തന്നെ കാണും. എല്ലായിടത്തും നോക്കി ജഗദീഷ്. ഇനി നോക്കാൻ സേതുവിന്റെ പെട്ടി മാത്രം നോക്കിയില്ല. സേതുവിന്റെ പെട്ടിയോ? അതിനകത്ത് ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് മാത്രമേ നോക്കാത്തതുള്ളെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെന്താ, ഇതുകൂടി നോക്കാമല്ലോ. സേതു സംശയം തീർക്കുന്നത് ഏതായാലും നല്ലതല്ലേ. ഇതാ പരിശോധിച്ചോ. ഇതിന്റെ പൈസ? അതെ. ഇതെങ്ങനെ എന്റെ പെട്ടിയിൽ വന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജഗദീഷ്, ഈ പൈസ എങ്ങനെ എന്റെ പെട്ടിയിൽ വന്നു? അതുമല്ല, അവനോടാണോ ചോദിക്കുന്നത്? നീ അറിയാൻ നിന്റെ പെട്ടിയിൽ ഇതെങ്ങനെ വരും? അയ്യോ, സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിക്കണം. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? സാർ, എന്നെ വിശ്വസിക്കണം സാർ. അമ്മാവന്റെ രോഗവിവരം അറിയാൻ പോവുകയല്ലേ, അപ്പൊ കുറച്ച് രൂപയും കയ്യിലിരിക്കുന്നു വിചാരിച്ചു അല്ലേ? അയ്യോ അല്ല, ഞാൻ മനസ്സിൽ കൂടി വിചാരിക്കാത്ത കാര്യമാണിത്. ജഗദീഷ്, നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ ജഗദീഷ്. ഒന്ന് പറയൂ ജഗദീഷ്. ജഗദീഷ്, കണ്ടറിയണം. നമ്മളെല്ലാവരും കൂടിയിരുന്നിട്ടും ജയ മാത്രം വന്നില്ലല്ലോ. ഇന്ദുവിന്റെ മുറിയായതുകൊണ്ടായിരിക്കും. അല്ല, നിങ്ങളുടെ വഴക്ക് ഇനിയും തീർന്നില്ലേ? എനിക്കൊരു വഴക്കില്ല. അവള് മാത്രം എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിക്കണം. എന്തായാലും ഇത്രയും പാടില്ലേ? മാലതി, ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത ഒരു ഫോട്ടോ ജയയുടെ കയ്യിലിരിപ്പുണ്ട്. അതൊന്ന് വാങ്ങിച്ചു തരാമോ? അവൾ തരുമോ ഇന്ദു? അവൾ തരാതിരിക്കില്ല. അവൾ പിണങ്ങിയാണ് പോകുന്നതെങ്കിലും എനിക്ക് അവളുടെ ഫോട്ടോ എങ്കിലും കാണാമല്ലോ. എന്നാൽ ഞാൻ ചോദിച്ചു നോക്കാം. അവൾ ഫോട്ടോ തന്നോ? ജയിക്ക് നിന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. ചോദിച്ചുടനെ എവിടെ? വരൂ പോകാം. എടുക്കയ്യ. ബായ് മാനത്തി, രാജമ്മേ, ടാറ്റാ. ഇന്ദു വരട്ടെ. ടാറ്റാ. ഇന്നിനിയിപ്പോ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മകള് വന്ന ദിവസമാ പോകുന്നതാ നല്ലത്. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ എന്റെ മകളുടെ കല്യാണമാണ്. ഒന്നും അടുപ്പിച്ചിട്ടില്ല. ഇന്ന് വരാനാങ്ങെന്ന് പറഞ്ഞത്. എന്റെ അച്ഛനാരെ, നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ട് മണിയും കിണിയും തിരിച്ചറിയാൻ മേലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങയുടെയൊക്കെ മക്കളുടെ മുമ്പിൽ നമ്മുടെ മക്കളുടെ കാര്യം പറയാൻ തന്നെ കൊള്ളാമോ? നമുക്കൊക്കെ എന്തിനാ മക്കള്? അതുകൊണ്ട് ഉടനെ സ്ഥലം വിടുന്ന നല്ലത്.
എന്റെ മോളെ നിനക്ക് ഈ പെട്ടി ആരെ കൊണ്ടല്ലേ എടുപ്പിച്ചോണ്ട് പോരാൻ വയ്യായിരുന്നു. വേണ്ടമ്മേ, ഇത് എനിക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ. നീ അങ്ങ് വല്ലാതെ തളർന്നു. മോളെ നമുക്ക് അങ്ങ് അകത്തോട്ട് പോവാം. വർത്താനൊക്കെ ചോദിക്കട്ടെ. അമ്മണി, നീ എന്നെ മറന്നോടി.